ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നാം സംരക്ഷിതരാകുന്നതിനും കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും വിജയവും മഹത്വവും ലഭിക്കുന്നതിനും നമ്മുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനം നിറഞ്ഞു നിൽക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നാം അനുഭവിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയവിശാലതയും ദയയും അനുകമ്പയുമുള്ള ഹൃദയം നൽകി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവേചന ശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സ്ഥാപിക്കണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ അങ്ങിടയാക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 55 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അവിടുന്ന് എന്നെ കാത്തു പാലിക്കും. അനാദികാലം മുതൽ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും. എന്തെന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി. അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു. അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് അവരെ അത്യഘാതത്തിലേക്ക് തള്ളി വീഴ്ത്തും. രക്തദാഹികളും വഞ്ചകരും ആയുസ്സിൻ്റെ പകുതി എത്തുകയില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ സ്വരം കേട്ട് അവിടുന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആനന്ദവും നൽകി ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഇന്ന് അവിടുന്ന് പരിപാലിക്കണമേ. ഇന്ന് ഞങ്ങളുടെ വസ്തുവകകളെ അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ താങ്ങി നടത്തണമേ. നീതിമാനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഇന്നെല്ലാ സാഹചര്യങ്ങളിലും ദൈവികമായ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആരും ഞങ്ങളെ വഞ്ചിക്കാനോ ചതിക്കുവാനോ അവിടുന്ന് ഇടയാക്കല്ലേ. കർത്താവെ, വിവേചന വരം നൽകി നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനും സത്യവും നുണയും വേർതിരിച്ചറിയുവാനും സത്യത്തെ മുൻനിർത്തി ജീവിക്കുന്നതിനും സത്യത്തിൻ്റെ പാതയിലൂടെ ഓരോ നിമിഷവും നയിക്കപ്പെടുന്നതിനും അങ്ങ് ഞങ്ങളുടെ കാലുകളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം അവിടുന്ന് ഉത്തരം നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ സംതൃപ്തിയും സമാധാനവും കണ്ടെത്തുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, മറ്റുള്ളവരോട് ദയയും സഹതാപവും കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട്
ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപയും സ്നേഹവും ഒഴുക്കുന്ന വ്യക്തികളായി ഞങ്ങളെ ഇന്ന് മാറ്റണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുറവുകളെ പരിഗണിക്കാതെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് നിറവുകളാക്കി മാറ്റണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം നേടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ദയ തോന്നി ഞങ്ങൾക്കുത്തരം നൽകുമ്പോൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാതിരിക്കാൻ ഞങ്ങളിലുള്ള അയോഗ്യതകളെ അവിടുന്ന് എടുത്തു മാറ്റി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ പാത്രരാകുവാൻ ദൈവമേ ഞങ്ങളെ യോഗ്യരാക്കണമേ. എല്ലാ മേഖലയിലും ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും മറികടക്കുവാനുള്ള ശക്തി തരണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനുമുള്ള മനസ്സ് തരണമേ. കർത്താവേ, മറ്റുള്ളവരുടെ തിന്മകൾക്ക് പകരം വിട്ടാതെ അവരുടെ തിന്മകളെ നന്മ കൊണ്ട് തോൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് സകല ശത്രുക്കളുടെയും തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ കൂടുതൽ എളിമയുള്ളവരും ശാന്തശീലരുമായി മാറ്റണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ വെച്ച് എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിക്ക് പാത്രരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും അവിടുന്ന് നീതി നടത്തി കൊടുക്കണമേ. കർത്താവേ, കടബാധ്യതയാൽ വേദനിക്കുന്ന മക്കൾക്ക് അവിടുന്ന് ആശ്വാസം നൽകി സന്തോഷം നൽകി അവരുടെ ബാധ്യതകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് അങ്ങയുടെ മക്കൾക്ക് പരിപൂർണ വിടുതലും മോചനവും നൽകി സമ്പത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. കർത്താവേ, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അത് നിർത്തിവെച്ചിരിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള കൃപ കൊടുക്കണമേ. വീട് പണി തുടങ്ങി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള കൃപ കൊടുക്കണമേ. വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇന്ന് അവിടുന്ന് അനുഗ്രഹിച്ച് വിവാഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി അവരുടെ വിവാഹത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തി അനാദി മുതലേ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും അതിനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപാവരങ്ങൾ നൽകി അവരുടെ വിവാഹത്തിൽ സന്തോഷവും ആനന്ദവും സമാധാനവും അനുഭവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ സഹോദരികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഡെലിവറി ഫിക്സ് ചെയ്തിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഗർഭസ്ഥ സമയം ദൈവവചനം കൂടുതൽ പഠിക്കുന്നതിനും ആഴത്തിൽ ധ്യാനിക്കുന്നതിനും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുന്നതിനും കൂടുതൽ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിനും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാ ഗർഭിണികളായ സഹോദരിമാരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ അവരുടെ ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും കൊണ്ട് എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആശുപത്രികളായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ. രോഗശാന്തിയും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്ന് പരീക്ഷയുള്ള മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെയിരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിദേശത്തേക്ക് പോകുന്നതിന് ആവശ്യമായ പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ഉദ്യമങ്ങളിലും അവർക്ക് വിജയം നൽകണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവികമായ ആനന്ദവും സമാധാനവും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഞങ്ങളുടെ എല്ലാ ജോലികളെയും ചെയ്തു തീർക്കുവാനുള്ള പുതിയ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നൊരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നുവരെ നൽകാത്ത ഒരു പുതിയ അഭിഷേകം കൊണ്ട് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ. കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, എല്ലാറ്റിലുപരി അങ്ങയെ കൂടുതലായി സ്നേഹിക്കുന്നതിനും അങ്ങയെ കൂടുതലായി അനുസരിക്കുന്നതിനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും കർത്താവേ, ഇന്ന് വലിയ അത്ഭുതം നടത്തി അവരെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങളെ അനുഗ്രഹിക്കുകയും പിന്തുണയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.